Hello everyone. NMM സൂപ്പർ ലീഗ് 4 എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ മറ്റൊരു ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യനുകളുമായിട്ടാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ്, ഓക്കെ, അഥവാ മിശ്രിതങ്ങളെ എങ്ങനെ വേർതിരിക്കാം എന്നുള്ളത്. ഇതെന്തായാലും നമ്മുടെ എക്സാമിന് ഉറപ്പായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഇത്തവണയും അതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുമെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി നിങ്ങൾ വാച്ച് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ NMMSന് വേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനൽ, മറ്റുള്ള സബ്ജക്റ്റുകൾ അടക്കമുള്ള ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും മെൻറ്റികളും ഷുവർ ഷോർട്ട് ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനൽ തന്നെയുണ്ട്. തീർച്ചയായിട്ടും NMMS എഴുതുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളിത് ഷെയർ ചെയ്തുക കൂടി ചെയ്യണം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്നാൽ ഒരു മിശ്രിതത്തെ വേർതിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എടുത്തു നോക്കാം. The basic principle behind paper chromatography is. പേപ്പർ ക്രോമറ്റോഗ്രാഫിയുടെ പിന്നിലെ അടിസ്ഥാന തത്വം ഈ പറഞ്ഞവയിൽ ഏതാണ്? അഡ്സോർപ്ഷൻ, അതിശോഷണം, സെൻട്രിഫ്യൂഗേഷൻ, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ അഥവാ വ്യാപനം. യെസ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പദാർത്ഥത്തിൽ നിന്നും, മിശ്രിതത്തിൽ നിന്നും അതിൻ്റെ ഘടകങ്ങളെ, അല്ലെ, അതിലെ കോൺസ്റ്റിറ്റ്യുവൻസിനെ വേർതിരിക്കണമെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ പിന്നിലുള്ള തത്വം കൃത്യമായി എന്തിൻ്റെ ബേസിലാണ് നമ്മൾ അവയെ വേർതിരിക്കുന്നത്? മാസിൻ്റെ ബേസിലാണോ, അതല്ല സൈസിൻ്റെ ബേസിലാണോ, അതല്ല ഈ പറഞ്ഞ രൂപത്തിൽ വ്യാപനമാണോ, അതിശോഷണമാണോ, എന്തിൻ്റെ ബേസിലാണ് ഘടകങ്ങളെ വേർതിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി പഠിക്കണം. അതിൻ്റെ ഉദാഹരണങ്ങളും പഠിക്കണം. അപ്പോൾ ക്രോമറ്റോഗ്രാഫി നമുക്ക് ഓൾറെഡി അറിയാം, അല്ലേ? ക്രോമറ്റോഗ്രാഫിക്ക് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിരുന്നു ഒരു ഇങ്ക്. നമ്മളെന്ത് ചെയ്തു, പിന്നെ ഫിൽട്ടർ പേപ്പറിൻ്റെ ഏറ്റവും എൻഡിൽ വെച്ചു, അത് വാട്ടർ സർഫസിൽ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഇങ്കിലുള്ള ഓരോ ഘടകങ്ങളും എന്ത് ചെയ്യും മക്കളെ, മുകളിലേക്ക് അതെന്ത് ചെയ്യും, കയറും, അല്ലെ? കാപ്പിലറി റൈസ് കാരണം അത് മുകളിലേക്ക് എന്ത് ചെയ്യും, കയറി വരും. എന്നിട്ട് ഓരോ ഈ ഫിൽട്ടർ പേപ്പറിന് മുകളിൽ പറ്റിപ്പിടിക്കും. ആ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയെ നമ്മൾ വിളിച്ച പേരാണെന്ത്? അതിശോഷണം അഥവാ അഡ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ വേറുണ്ട്, AB വേറുണ്ട്, അബ്സോർപ്ഷൻ. ഇത് അഡ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ആഗിരണമാണ്. ഒരു പഞ്ഞി വെള്ളത്തിലിട്ടാൽ വെള്ളം അത് ഉള്ളിലേക്ക് എടുക്കും, അതാണ് അബ്സോർപ്ഷൻ. ഇത് അഡ്സോർപ്ഷൻ ആണ്. അതിശോഷണം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് എടുക്കൂല. ഒരു പഞ്ഞി വെള്ളത്തിൽ ഇട്ട് വിചാരിച്ചോ, പക്ഷെ ഉള്ളിലേക്ക് വെള്ളമൊന്നുമില്ല, അതിന്റെ പുറം ഭാഗത്ത് മാത്രമേ വെള്ളമുള്ളൂ എങ്കിലോ, അതാണ് അതിശോഷണം. ഓക്കെ, അങ്ങനെ ഒരിക്കലും സംഭവിക്കൂല, പക്ഷെ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. അപ്പൊ ഇവിടെ ഈ ഫിൽട്ടർ പേപ്പറിൽ അത് പറ്റിപ്പിടിക്കുന്നു. അപ്പൊ എന്താണ് ഈ പറഞ്ഞ ക്രോമറ്റോഗ്രാഫിക്ക് പിന്നിലുള്ള തത്വം? അത് നമ്മൾ കൃത്യമായി അറിയണം. അതിശോഷണം. സെൻട്രിഫ്യൂഗേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. മാസിന്റെ ബേസിൽ, അല്ലെ, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് സെൻട്രിഫ്യൂഗേഷൻ. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പഠിക്കുക, വലിയ ക്ലാസ് എത്തുമ്പോൾ പഠിക്കുന്ന ഒരു ടേമാണ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ലീനം കൂടുതലുള്ള ഭാഗത്ത് നിന്നും ലീനം കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യും, ഒരു ലായനിയുടെ ഫ്ലോ, ഒഴുക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ് എന്നാണ് വിളിക്കുക. ഡോണ്ട് വറി, നോ പ്രോബ്ലം. വ്യാപനം, ഡിഫ്യൂഷൻ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ് കേട്ടിട്ടുണ്ട്. എന്താ സംഭവിക്കുക, അല്ലെ? നമ്മൾ പഴത്തിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ ഒരു ഫ്രാഗ്രൻസ്, അല്ലെ, നല്ല സ്മെല്ലുള്ള ഒരു വസ്തു നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ സ്മെല്ല് എന്ത് ചെയ്തു, വായുവുമായി കൂടിക്കലർന്നതാണ്, അല്ലെ? വ്യാപനം, ഡിഫ്യൂഷൻ നമുക്ക് ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് അതിശോഷണം? A ആണ് ചോദ്യത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ടുള്ളത്. മറ്റൊരു ചോദ്യം നോക്കൂ നിങ്ങൾ. വിച്ച് മെത്തേഡ് കനോട്ട് ബി യൂസ്ഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് ലിക്വിഡ്? ഒരു ദ്രാവകത്തെ പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റാത്ത മെത്തേഡ്, പറ്റുന്നതല്ല കേട്ടോ, വിച്ച് കനോട്ട് ബി യൂസ്ഡ് ആണ്. പറ്റാത്ത മെത്തേഡ് ഇതിൽ ഏതാണ്? ക്രോമറ്റോഗ്രാഫി, ഡിസ്റ്റിലേഷൻ, സബ്ലിമേഷൻ ആൻഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. യെസ്, ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? അറിയോ നിങ്ങൾക്ക്? ആലോചിച്ചോക്ക. ഇതിൽ ആർക്കാണ് ലിക്വിഡുമായി ബന്ധമില്ലാത്തത്, ദ്രാവകവുമായി ബന്ധമില്ലാത്തത്? ആൻസർ C, സബ്ലിമേഷൻ. നമ്മുടെ ഉൽപ്പതനമാണ് ആൻസർ. എടാ, സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് നേരിട്ട് ഗ്യാസ് ആവല്ലേ. അപ്പോൾ ഒരു ലിക്വിഡിനെ നമുക്ക് സബ്ലിമേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സോളിഡിനെ സബ്ലിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ ക്രോമറ്റോഗ്രാഫി നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അല്ലെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ലിക്വിഡിൽ നിന്നും അതിൻ്റെ ഘടകങ്ങളെ വേർതിരിക്കാനാണ്. ഒരു ലായനിയിൽ നിന്ന്, അല്ലെ, അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കളിൽ നിന്നാണ്
അതിന്റെ ഘടകങ്ങളെ വേർതിരിക്കുന്നത്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് നേരിട്ട് ഗ്യാസ് ആവുകയാണ് അല്ലെ. അയോഡിൻ, നാഫ്തലീൻ, ക്യാംഫർ അല്ലെ, കർപ്പൂരൊക്കെ എന്ത് ചെയ്യാണ്, സോളിഡ് നേരിട്ട് എന്താവും, ഗ്യാസ് ആകും. ദർ ഈസ് നോ അതർ ലിക്വിഡ്. റെഡി? സോ ആൻസർ സി ഈസ് ദ റൈറ്റ് ആൻസർ. Which of the following is an easy method to produce large quantity nitrogen gas and oxygen gas? കൂടുതൽ അളവിൽ നൈട്രജൻ വാതകവും ഓക്സിജൻ വാതകവും കിട്ടുന്നത് ഈ പറഞ്ഞവയിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴാണ്? ഓരോന്നിൻ്റെയും മലയാളം ഞാൻ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൈട്രജൻ കൂടുതൽ കിട്ടണം, ഓക്സിജനും കിട്ടണം. ഉപ്പ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോലൈസിസ് ഓഫ് സാൾട്ട് സൊല്യൂഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് ലിക്വിഡ് എയർ, ദ്രാവക വായുവിന്റെ അംശിക സ്വേദനം. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് കത്തിക്കുന്നു, പ്രകൃതി വാതകത്തിന്റെ ജ്വലനം, കമ്പഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ്. എങ്കിൽ ഇതിൽ ഏത് ചെയ്താലാണ് കൂടുതൽ അളവിൽ ഓക്സിജനും അതേപോലെ നൈട്രജനും ലഭിക്കുന്നത്? അപ്പൊ ഇങ്ങനെയായിരിക്കും ഈ ചാപ്റ്റർ നമ്മൾ പറഞ്ഞ ഹെഡിങ്ങുമായി ബന്ധമുണ്ടോ? ഒരു മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണോ? യെസ് ആണ്. അപ്പൊ ഏതായിരിക്കും മക്കളെ ആൻസർ? ഞാൻ നല്ലൊരു ക്ലൂ തന്നു കഴിഞ്ഞു. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആൻസർ ഏതായിരിക്കും? ഓഫ് കോഴ്സ് ഓപ്ഷൻ ബി ആയിരിക്കും. കാരണം നമ്മൾ ബാക്കിയുള്ളതൊന്നും എന്തല്ല, ഈ ടോപ്പിക്കുമായി ബന്ധമല്ലല്ലോ. നോക്കിക്കേ, ഉപ്പ് ലായനിയെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ ഇലക്ട്രോലൈസിസ് ഓഫ് സാൾട്ട് സൊല്യൂഷൻ. നമുക്കറിയാം സോഡിയം ക്ലോറൈഡിന്റെ സൊല്യൂഷനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോലൈസിസ്, വൈദ്യുത വിശ്ലേഷണം. ആ വൈദ്യുത വിശ്ലേഷണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ഹൈഡ്രജൻ ഗ്യാസിനെ കിട്ടും, പ്ലസ് ക്ലോറിൻ ഗ്യാസിനെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ അവിടെ എന്തായാലും നമുക്ക് ആരെ കിട്ടൂല? ഈ പറഞ്ഞ നൈട്രജനും ഓക്സിജനും കിട്ടൂല. ഇനി രണ്ടാമത്തെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് ലിക്വിഡ് എയർ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് ലിക്വിഡ് എയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വായുവിൽ ആരുണ്ട്? നൈട്രജൻ 78% ഉണ്ട്, ഓക്സിജൻ 21% ഉണ്ട് അല്ലെ. അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈ പ്രഷർ കൊടുത്ത്, ഉയർന്ന മർദ്ദം കൊടുത്ത് ലിക്വിഡ് എയർ ആക്കും, ദ്രാവക രൂപത്തിലുള്ള വായുവാക്കും. അയാളെ നമ്മൾ എന്ത് ചെയ്യുന്നു? അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവയുടെ ബോയിലിംഗ് പോയിന്റ്, തിളനിലയുടെ ചെറിയ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കറിയാം, തിളനില എത്രത്തോളം കുറയുന്നുവോ അയാളായിരിക്കും അംശിക സ്വേദനം വഴി ആദ്യം പുറത്തു വരിക. അപ്പൊ ഇതില് തിളനില ഏറ്റവും കുറവായിരിക്കുക, എടാ 0 ഉണ്ട്, 0യുടെയും -196 ആണ് ആര്? നൈട്രജൻ. ഓക്കെ, -186 ആണ് ആര്? ആർഗൺ. ഓക്കെ, ദെൻ -183 ആണ് ആര്? നമ്മുടെ ഓക്സിജൻ. ഓക്കെ, അപ്പൊ ആദ്യം ആരെ കിട്ടുക? ഓഫ് കോഴ്സ് നൈട്രജൻ ആയിരിക്കും കിട്ടുക. പിന്നെ ആരെ കിട്ടുക? കുറച്ചും കൂടി തിളനില കൂടുതലായിരിക്കുക, ഓർഗൺ. പിന്നെ തിളനില കൂടുതലായിരിക്കുക, ഓക്സിജൻ. ഈ രൂപത്തിൽ, ഈ പറഞ്ഞ രൂപത്തിലായിരിക്കും ഓരോരുത്തർ പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു വെച്ചോ. ഈ പറഞ്ഞ ഏറ്റവും സിമ്പിൾ ആയിട്ട്, കാരണം എയർ ഒരിക്കലും കഴിയൂലല്ലോ, എയറിൽ ഇഷ്ടം പോലെ ഉണ്ട്. അയാൾ അംശിക സ്വേദനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ചെലവിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഘടകങ്ങളെ വേർതിരിക്കാൻ സാധിക്കും. സോ ബി ആണ് ആൻസർ. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് കത്തിച്ചാൽ എന്താ ഉണ്ടാവുക? പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞാൽ KMnO4 ആണ്. KMnO4. ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വാതകം കിട്ടുന്നറിയോ? ഓക്സിജൻ കിട്ടും. അപ്പൊ ഇത് ഉത്തരമായിട്ട് വരൂലേ? ഉത്തരമായിട്ട് വരും. ആർക്ക് മാത്രമേ ഉള്ളൂ? ഓക്സിജനെ നിർമ്മിക്കാവുന്ന ഒരു പ്രോസസ്സാണ്. കൂടുതൽ അളവിൽ കിട്ടൂല. ഇത് ഓക്സിജന്റെ എന്ത് പ്രോസസ് എന്ന് വിളിക്കല്? ഓക്സിജന്റെ ലബോറട്ടറി റിയാക്ഷൻ അല്ലെങ്കിൽ ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ്. നമുക്ക് ലാബുകളിൽ കുറഞ്ഞ അളവിൽ ഓക്സിജനെ കിട്ടാനാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് നോക്കി വെച്ചോ. ഓക്കെ, അപ്പോൾ കമ്പഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ്, ഇത് നമ്മളിവിടെ പഠിച്ചത് അറിയോ? 8ാം ക്ലാസ്സിൽ ഇത് പഠിക്കുന്നത് എന്താണ്? ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്, അഥവാ താപ ആഗിരണ പ്രക്രിയക്ക് ഉദാഹരണമായിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോണേ. ഇനി കമ്പഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, ഒരു നാച്ചുറൽ ഗ്യാസ് നമുക്കറിയാം മീഥെയിൻ ആണ്. മീഥെയിന് കത്തിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും H2Oയുമാണ് ഉണ്ടാവുക. അവിടെ ഒരിക്കലും എന്ത് കിട്ടൂല? നൈട്രജനും ഓക്സിജനും കിട്ടൂല. ഇപ്പൊ കിട്ടിയല്ലോ, ആൻസർ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാ: വിച്ച് എമംഗ് ദ ഫോളോയിങ് മിക്സ്ചർ കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ സബ്ലിമേഷൻ? സബ്ലിമേഷൻ വഴി അഥവാ ഉൽപാദനത്തിലൂടെ വേർതിരിക്കാൻ സാധ്യമാകാത്ത മിശ്രിതം ഇതിൽ ഏതാണ്? കർപ്പൂരം പ്ലസ് ഉപ്പ്, നാഫ്തലിൻ പ്ലസ് മണല്, അയോഡിൻ പ്ലസ് അമോണിയം ക്ലോറൈഡ്, ഡ്രൈ ഐസ് പ്ലസ് ഇരുമ്പ് ചീള്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് ഉൽപാദനത്തിലൂടെ വേർതിരിക്കാൻ
കഴിയാത്തത് ഇതിൽ ഏതാണ്? വളരെ ഒന്ന് ആലോചിച്ചാൽ മതി, കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻ അല്ല. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ഉത്തരം കിട്ടും. ആ ഉത്തരം എന്ത് ചെയ്യുക, വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ഉത്തരം എഴുതുന്ന ആളുകൾക്ക് ഈ വീഡിയോ കാണുന്നവർ നല്ല ലൈക്കും എന്ത് ചെയ്യണം, കമൻറ്റിന് കൊടുക്കണം. നോക്കട്ടെ എത്ര കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ വീഡിയോക്ക് താഴെ വരുന്നുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്